കാർത്തികയിൽ വഴുതന നട്ട് കയ്യിലുകൊണ്ട് നനച്ചു കൊടുക്കണമെന്ന്. കാർത്തികയിൽ കാർമേഘമുഖരിതമായിരിക്കും അന്തരീക്ഷം. മഴ ചിലപ്പോൾ കിട്ടിയെന്ന് വരും, എന്നാൽ എല്ലാ സമയത്തും കിട്ടിക്കൊള്ളുന്നില്ല. കാർത്തിക കള്ളൻ കവുങ്ങുണക്കുന്നതാണ്. അതായത് മഴ പെയ്യുമെന്ന് തോന്നും, പക്ഷേ മഴ പെയ്യില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും കർഷകർ നന നിർത്തും. അത് വിളകളെ ബാധിക്കും. അതുകൊണ്ടാണ് കാർത്തിക കള്ളൻ കവുങ്ങുണക്കുന്നൊക്കെ പറയുന്നത്. ആ കാർത്തിക ഞാറ്റുവേലയിൽ കയ്യിലുകൊണ്ടെങ്കിലും നനച്ച് നമ്മൾ വഴുതന നട്ട് നിലനിർത്തണം. അതായത് അശ്വതിയിലോ ഭരണിയിലോ നമ്മൾ വഴുതനങ്ങ തൈ തയ്യാറാക്കുന്നു. അത് നമ്മൾ കാർത്തിക ഞാറ്റുവേലയിൽ പറിച്ചു നടന്നു. അങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഈ ഇടവപ്പാതി മഴ തലയിൽ വീഴുമ്പോൾ അത് താങ്ങാനുള്ള ശേഷി ചെടികൾക്കുണ്ടാവും. നടുന്ന രീതി നമുക്ക് കാണാം. വഴുതനയുമായി ബന്ധപ്പെട്ടൊരു പഴമൊഴിയുണ്ട്. അടുത്ത് നടണം, അകറ്റി നടണം, അരി വെച്ച് പറിക്കണം, അരി വെക്കാതെ പറിക്കണം. കേൾക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നാം, എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? അടുത്ത് നടണം എന്ന് പറയുന്നത് നമ്മൾ വീടിനോട് അടുത്ത് നടണം. അകറ്റി നടണം എന്ന് പറയുന്നത് 2 വഴുതന തൈകൾ തമ്മിൽ അകലം വേണം. ചില വഴുതന, അതായത് ചില നാടൻ വഴുതനയൊക്കെ മരം പോലെ നന്നായിട്ട് വളരും. അപ്പോൾ അവയ്ക്ക് വളരാനുള്ളൊരു സ്പേസ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അകറ്റി നടണം എന്ന് പറയുന്നത്. അരി വെച്ച് പറിക്കണം എന്ന് പറയുന്നത് നമ്മൾ അരി അടുപ്പത്തിട്ടിട്ടേ വഴുതന പറിക്കാവൂ. വഴുതന നമ്മൾ പറിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, അത് പറിച്ച് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവും. അതുകൊണ്ടാണ് അരി വെച്ച് പറിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അടുത്ത്, അതായത് വീടിനടുത്ത് നടണമെന്നും പറയുന്നത്. അരി വെക്കാതെ പറിക്കണം എന്ന് പറയുന്നത് വഴുതന പഴുക്കുന്നതിന് മുമ്പ്, അതായത് അരി എന്നിവിടെ ഉദ്ദേശിച്ചത് വഴുതനയ്ക്കകത്തുള്ള വിത്താണ്. ഈ വഴുതന പഴുത്ത് അരി മൂക്കുന്നതിന് മുമ്പ് വഴുതന പറിക്കണം, അല്ലെങ്കിൽ നമുക്ക് അരി കടിക്കും. അപ്പോൾ കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല. നമുക്കറിയാം, മഴക്കാലത്ത് ചീര നട്ടാൽ കരുത്ത് കുറയും. കാരണം മഴകൾ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീഴുന്നതുകൊണ്ട് തന്നെ ഈ ഫംഗസ് രോഗങ്ങളും വൈറസ് രോഗങ്ങളൊക്കെ ചീരയ്ക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മഴക്കാലം ശക്തിയാകുന്നതിന് മുമ്പ് ചീരകൾ നട്ട് വളർത്തുന്നതാണ് നല്ലത്. 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, ചീര ഒന്നിച്ചൊരു തടത്തിൽ പാകി മുളപ്പിച്ച് നമുക്ക് വേരോടുകൂടി പറിച്ചെടുക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. കാരണം ചീര 20 ദിവസം കൊണ്ട് നമുക്ക് പറിച്ചെടുക്കാം. അതേസമയം നല്ല കരുത്തുള്ള ചെടികൾ കിട്ടണമെങ്കിൽ ഇടവേളയായിട്ട്, അതായത് മറ്റു വിളകൾക്കൊപ്പം തന്നെ ചീര നമുക്ക് നടാം. അതിന് നമ്മൾ ഭരണി ഞാറ്റുവേലയിൽ തൈകൾ തയ്യാറാക്കണം. ഭരണി ഞാറ്റുവേലയിൽ തയ്യാറാക്കിയ തൈകൾ ഒരു 1-1.5 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മളത് കൃത്യമായിട്ടുള്ള അകലത്തിൽ തൈകൾ നടാം. തൈകൾ നട്ടു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചീര തൈകൾ നട്ടു കഴിഞ്ഞാൽ വെയിൽ താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊതയിടണം. അതോടൊപ്പം തന്നെ അതിന് വെയിൽ മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഷെയ്ഡ് നമ്മൾ കൊടുക്കണം. അത് വലിയ ഇലകളുള്ള തേക്കിൻ്റെ ഇല കൊണ്ടോ അല്ലെങ്കിൽ വട്ട ഇല കൊണ്ടോ ഷെയ്ഡ് നമുക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ ഷെയ്ഡ് നെറ്റ് നമുക്ക് അതിന് വേണ്ടി ഉപയോഗിക്കാം. ആ രീതിയിൽ നമ്മൾ ചെയ്യണം. പച്ചമുളകാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പച്ചമുളകും നമുക്ക് കാർത്തിക ഞാറ്റുവേലയിൽ നടാം. പക്ഷേ പരമ്പരാഗതമായിട്ട് നമുക്കറിയാം, നമ്മുടെ തനതായിട്ടുള്ളൊരു വിളയല്ല പച്ചമുളക്. അതുകൊണ്ട് തന്നെ പാരമ്പര്യ ഞാറ്റുവേല കൃഷിയിൽ അല്ലെങ്കിൽ കൃഷിഗീതയിലൊന്നും പച്ചമുളകിനെ കുറിച്ച് കാര്യമായിട്ട് പറയുന്നില്ല. എന്നാൽ നമ്മൾ വളരെ കാലങ്ങളായിട്ട് പറങ്കിക്കാർ ഇവിടെ കൊണ്ടുവന്നു എന്നാണ്. അതാണ് പണ്ട് പറങ്കിമുളകിനെ കുറിച്ച് പഴയ പുസ്തകങ്ങളൊക്കെ പറയാറുണ്ട്. എങ്കിലും നമ്മുടെ നാടിൻ്റെ ഭാഗമായിട്ട് മാറിയതാണ് ഈ മുളകുകളൊക്കെ, പ്രത്യേകിച്ച് പച്ചമുളകുകൾ. നാടൻ കാന്താരി മുളക് നമ്മുടെ നാട്ടിൽ മുമ്പുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ മുളകും നമുക്ക് നടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം കാർത്തിക ഞാറ്റുവേലയാണ്. കാരണം ഈ പച്ചമുളകും നമ്മൾ നഴ്സറി തയ്യാറാക്കി, അതായത് തൈകൾ തയ്യാറാക്കി പറിച്ച് നടന്നാണ് ഉത്തമം. പറിച്ച് നടുന്നത് മഴയ്ക്ക് മുമ്പ് തന്നെ പറിച്ച് നട്ട് കഴിഞ്ഞാൽ മഴക്കാലം ആകുമ്പോഴേക്കും ശക്തി ആർജിക്കും. പച്ചമുളക് നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതുപോലെ തന്നെ തടങ്ങൾ തയ്യാറാക്കാം. നമ്മൾ വഴുതനയ്ക്ക് തടങ്ങൾ തയ്യാറാക്കിയതുപോലെ തന്നെ ചെറിയ കുഴികളെടുത്ത് അതിനകത്ത് കമ്പോസ്റ്റ് വളങ്ങൾ ചേർത്ത് അതിൻ്റെ ഉള്ളിൽ ചാണകപ്പൊടി ചേർത്ത് പിന്നെ അല്പം മണ്ണിട്ട് ഒരു തടം പോലെ ആക്കിയിട്ട് തൈകൾ നട്ട് ആ തൈകൾക്ക് ചുറ്റും വീണ്ടും
ഈ ചപ്പുചവറുകളും മറ്റും കൊണ്ട് പൊതയിട്ട് നന്നായിട്ട് നനച്ച് കൊടുത്ത് നിർത്തണം. 2 നേരം രാവിലെയും വൈകിട്ടും നനച്ച് കൊടുക്കണം. നനച്ച് കൊടുത്ത് ഇതിൻ്റെ ചെടികൾ വളർത്തിയെടുക്കാം. മുളപ്പിച്ച തൈകൾ നടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് കാർത്തിക ഞാറ്റുവേല. അപ്പോൾ എല്ലാവരും ചെയ്യാം, അഭിപ്രായങ്ങൾ അറിയിക്കാം.